എറണാകുളം മൂവാറ്റുപുഴ വാളകം സ്കൂളിൽ സഹപാഠികൾ തമ്മിൽ സംഘർഷം. സഹപാഠിയെ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. വാക്കുതർക്കം കയ്യേറ്റത്തിലേക്ക് എത്തുകയായിരുന്നു. 4 വിദ്യാർത്ഥികൾക്കെതിരെയാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ആ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോകാം. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങളുമായി ചേരുന്നു. ആജ്ഞ, ഈ ദൃശ്യങ്ങൾ വല്ലാതെ നമ്മളെ ഞെട്ടിപ്പിക്കുന്നതാണ്. എന്താണ് സംഭവിച്ചത്? ഈ വിദ്യാർത്ഥികളെയൊക്കെ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? രഞ്ജിത്ത്, വിദ്യാർത്ഥികളെ തിരിച്ചറിയുകയും ചെയ്തിട്ട് 4 വിദ്യാർത്ഥികളാണ് ഇതിൽ സഹപാഠിയെ വഴിയിൽ തടഞ്ഞു നിർത്തി ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടത്. അതിക്രൂരമായിട്ട് തന്നെയാണ് മർദ്ദിക്കുന്നത്. സ്കൂളിൽ നിന്നുമുള്ള ഇടവഴിയിൽ വെച്ചിട്ടാണ് ഈ സംഭവം ഉണ്ടായിട്ടിരിക്കുന്നത്. തുടർന്ന് ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതിനെ തുടർന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് സംഭവം ഉണ്ടായിരിക്കുന്നത്. ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതിനെ തുടർന്ന് മാനേജ്മെന്റ് വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തു. അതേ തുടർന്ന് പോലീസ് കേസെടുത്തിട്ടുണ്ട് വിഷയത്തിൽ. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പുരോഗമിക്കുകയാണെന്നാണ് മൂവാറ്റുപുഴ പോലീസ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും വിദ്യാർത്ഥികൾ തമ്മിലുള്ള സംഘർഷം, അതായത് പ്രത്യേകിച്ചും ചെറിയ കുട്ടികൾ തമ്മിലുള്ള സംഘർഷം വളരെ രൂക്ഷമാകുന്ന വഷളാകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. നിരവധി സ്കൂളുകളിൽ നിന്ന് ഈ അടുത്തിടെയായിട്ട് ഇത്തരം അനവധി സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ട് സാഹചര്യമുണ്ട്. അത് സഹപാഠിയെ അതല്ലെങ്കിൽ ഒപ്പമുള്ള സുഹൃത്തിനെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ അത് ഷൂട്ട് ചെയ്യുകയും അവനെ തടഞ്ഞു നിർത്തുകയും റാഗ് ചെയ്യുന്നത് പോലെയുള്ള തർക്കമുണ്ടാവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. അതിനുശേഷമാണ് ഈ 2 കുട്ടികൾ മാറി മാറി ഈ അവരത്ര നേരം ചോദ്യം ചെയ്ത കുട്ടിയെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. എന്തായാലും നിലവിൽ മാനേജ്മെന്റ് കുട്ടികൾക്കെതിരെ നടപടിയെടുത്തിട്ടുണ്ട്. അത്തരം നടപടിക്രമങ്ങളിലേക്ക് കൂടുതൽ രൂക്ഷമായ നടപടിക്രമങ്ങൾ കടക്കുന്നതിന് മുൻപുള്ള അന്വേഷണത്തിലാണ് പോലീസ് ഉള്ളത്. എന്തായാലും ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമുള്ള വകുപ്പുകളാണ് കുട്ടികൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നതേ ഉള്ളൂ. രഞ്ജിത്ത്, ദൃശ്യങ്ങൾ ഒന്നുകൂടി പ്രേക്ഷകരെ കാണിക്കാം. ഒരാളെ 4 പേർ ചേർന്ന്, ഇത് കൊച്ചു കുട്ടികളെന്ന് ആലോചിക്കണം, എത്ര മാരകമായാണ് മർദ്ദിക്കുന്നത് എന്നാലോചിക്കണം. യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ, യാതൊരു മനസാക്ഷിയുമില്ലാതെ ഒരു കുട്ടിയെ 4 പേർ ചേർന്ന് മർദ്ദിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.